സാധാരണ അമ്മയില്ലാത്തൊരു ദിവസം ഞാനും എൻ്റെ അനിയത്തിയും കൂടെ വീട്ടിലിരിക്കുവാണെങ്കിൽ വീട് തലകീഴായിട്ട് മറിച്ച് വെക്കുമെന്ന് പറയാറുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം എന്താണെന്നറിയത്തില്ല, ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര പ്രൊഡക്റ്റീവായിരുന്നു. രാവിലെ തന്നെ നല്ല ചൂട് ദോശയും ചമ്മന്തിയും സാമ്പാറും കൂടെ കഴിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പരിപാടികൾ തുടങ്ങി. പരിപാടികൾ എന്നൊക്കെ പറയുമ്പം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ കുറച്ച് നേരം ചുമ്മാതിരിക്കുക, പിന്നെ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ പുറത്ത് മുറ്റത്തൂടെയൊക്കെ നടന്ന് പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരുന്നപ്പോഴാണ് ഞങ്ങളൊരു മൂവി കാണാമെന്ന് വിചാരിച്ചത്. ആദ്യം ഞങ്ങൾ ഇരുൾ എന്ന് പറയുന്ന മൂവി കാണാനാണ് വിചാരിച്ചതെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ മൂവി അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എക്കോ മൂവി ഡൗൺലോഡ് ചെയ്ത് അത് കാണാനിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനത് മുന്നേ കണ്ടായിരുന്നു, പക്ഷേ ഇവൾ കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും കൂടെ കാണാമെന്ന് വിചാരിച്ച് കുറച്ച് തണ്ണിമത്തങ്ങയും വെട്ടി കഴിച്ചുകൊണ്ട് ഈ മൂവി കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം പപ്പ ഇവിടെ കൊണ്ടുവച്ചിരുന്ന ചാമ്പയ്ക്കയെല്ലാം കഴുകി വെയിലത്തിടണമെന്ന് അമ്മ പറഞ്ഞിട്ട് പോയ കാര്യം ഞങ്ങൾ ഓർത്തത്. അതുകൊണ്ട് തന്നെ സിനിമ കാണുന്ന പരിപാടി അവിടെ നിർത്തി വെച്ചിട്ട് ഞങ്ങളും ആ ഒരു ചാമ്പയ്ക്ക വൃത്തിയാക്കാനായിട്ട് പോയി. സാധാരണ വീട്ടിലൊക്കെ മൂത്ത കുട്ടികളാണ് പണിയെടുക്കുന്നതെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ഇളയ കുട്ടിയായിട്ടുള്ള എൻ്റെ അനിയത്തി അവൾ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളും. ആദ്യം തന്നെ ഞങ്ങൾ ചാമ്പയ്ക്ക നല്ല വൃത്തിക്ക് വെള്ളം ഒഴിച്ച് കഴുകി. പക്ഷെ കഴുകി കഴിഞ്ഞിട്ടാണ്, അരിയുന്നതിന് മുന്നേ അല്ല, അരിഞ്ഞ് കഴിഞ്ഞിട്ടാണ് കഴുകേണ്ടതെന്ന കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത്. വൃത്തിയാക്കിയ ചാമ്പയ്ക്കയും ഞങ്ങൾ എടുത്തുകൊണ്ട് പോയി രണ്ടായിട്ട് ഇതുപോലെ മുറിച്ചിടാൻ തുടങ്ങി. ഏകദേശം ഒരു വലിയ പാത്രത്തിൽ കൊള്ളുന്ന അത്രയും ചാമ്പയ്ക്ക ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് പിന്നെ അത് പെട്ടെന്ന് തന്നെ അരിഞ്ഞു കഴിഞ്ഞ്. സാധാരണ ചാമ്പയ്ക്ക അരിയുമ്പം അതിനകത്ത് നല്ല കറുത്ത അല്ലെങ്കിൽ ഒരു വെളുത്ത കളറിലെ കുരു ഉണ്ടായിരിക്കും. ഇതിൽ ചിലതിൽ മാത്രമേ അത്തരത്തിലുള്ള കുരു ഉണ്ടായിരുന്നുള്ളൂ. ആ കുരു ഉള്ളത് ഞങ്ങൾ ആ കുരു എടുത്ത് മാറ്റി, അല്ലാത്തത് ജസ്റ്റ് രണ്ടായിട്ട് മുറിച്ചിടുകയും ചെയ്തായിരുന്നു. പിന്നീട് അരിഞ്ഞു കഴിഞ്ഞ ചാമ്പയ്ക്ക എല്ലാം കൂടെ നല്ല വൃത്തിക്ക് കഴുകിയിട്ട് ഞങ്ങളത് ടെറസിൻ്റെ മുകളിൽ വെയിലത്ത് ഉണക്കാനിടാനായിട്ട് കൊണ്ടുപോയി. ചാമ്പയ്ക്ക കഴുകിയ വെള്ളം എടുത്ത് കളയണ്ട, അത് നമുക്ക് ചെടിക്ക് ഒഴിക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അനിയത്തി അതെടുത്ത് മാറ്റി വെച്ചായിരുന്നു. പിന്നീട് ഞങ്ങളും ഒരു ടാർപ്പയൊക്കെ എടുത്തിട്ട് ഈ ചാമ്പയ്ക്ക എല്ലാം കൂടെ ടെറസിൻ്റെ മണ്ടയിൽ കൊണ്ട് വിരിച്ചിടാനായിട്ട് കൊണ്ടുപോയി. ഇന്നത്തെ ദിവസം അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടാർപ്പ് വിരിച്ചിട്ട് ചാമ്പയ്ക്കയെല്ലാം നല്ല വൃത്തിക്ക് നികത്തിയിട്ട്, ഇതെല്ലാം കൂടി ഇങ്ങനെ ഒരു വശത്തേക്ക് കൂടിക്കിടക്കുവാണെങ്കിൽ ഇത് നല്ലപോലെ വെയിൽ കൊണ്ട് വാടത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൈ വെച്ച് ഇങ്ങനെ നികത്തിയിട്ടാലേ അത് നല്ലപോലെ എല്ലാ സ്ഥലത്തും ഒരുപോലെ ആവത്തുള്ളൂ. ചാമ്പയ്ക്കയെല്ലാം നികത്തിയിട്ടതിന് ശേഷം ഞങ്ങളും അതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കൊണ്ടുവച്ചിരുന്ന പാക്ക് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും ഈ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടാണ് ഞങ്ങൾ താഴേക്ക് വന്നത്. ഇവിടെ നിൽക്കുന്ന 2 കവുങ്ങിന്ന് സാധാരണ ഇത്രയ്ക്ക് പാക്ക് കിട്ടാറുള്ളതൊന്നും അല്ല. പക്ഷെ കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ ഒരു കൊലപ്പാക്ക് തന്നെ താഴെ വന്ന് വീണയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളും അവിടെ കുറച്ച് നേരം ഇരുന്ന് ഓരോന്നൊക്കെ സംസാരിച്ചിട്ടാണ് താഴോട്ട് ഇറങ്ങി വന്നത്. അങ്ങനെ താഴോട്ടിറങ്ങി വന്നപ്പോഴാണ് എനിക്ക് 2 പേരയ്ക്ക തിന്നാൻ തോന്നിയത്. അപ്പം ഞാനും എൻ്റെ അനിയത്തിയോട് പറഞ്ഞു, നമുക്ക് 2 പേരയ്ക്ക പിച്ചിയാലോ എന്ന്. അങ്ങനെ അവളും പേരയ്ക്ക പിച്ചാനായിട്ട് മുകളിലോട്ട് കയറി. അവൾ അങ്ങനെ പേരയ്ക്ക പിച്ചിക്കൊണ്ടിരുന്ന സമയത്താണ് ഇവിടെ ചുറ്റിനും ഇത്രയ്ക്ക് കാക്കകൾ ഇങ്ങനെ പറന്നു പോകുന്നത് ഞാൻ കണ്ടത്. അങ്ങനെ അവളും പേരയ്ക്കൊക്കെ പിച്ചി താഴേക്ക് വരാൻ നിന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത്, എന്തായാലും കയറിയതല്ലേ, നമുക്ക് ആ ഒരു കോവയ്ക്കയും കുറച്ച് കരിയാപ്പിലയും കൂടെ പറിക്കാമെന്ന്. അങ്ങനെ ഞാനും അതിൻ്റെ മുകളിലോട്ട് കയറി. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് കോവയ്ക്ക എല്ലാം കൂടെ പറിച്ച് ഒരു കവറിലേക്ക് ആക്കുകയും അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ കരിയാപ്പില പറിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ കയറേണ്ട ഒരു കഷ്ടപ്പാട് കൊണ്ട് സാധാരണ ഇവിടെ എപ്പോഴും കരിയാപ്പില പറിക്കാറില്ല. അതുകൊണ്ട് കയറിയ സമയത്ത് കുറച്ച് പറിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് പിന്നീട് ഇത് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളും കുറച്ച് കരിയാപ്പില പറിച്ച് താഴേക്ക് വന്നു. അങ്ങനെ താഴെ ഇറങ്ങി ഈ കരിയാപ്പിലയും കോവയ്ക്കയൊക്കെ കൂടെ ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ നേരത്താണ് അവിടെ കുറച്ച് അരവണ ഇരിക്കുന്നത് ഞാൻ കണ്ടത്. അരവണ എന്നൊക്കെ പറഞ്ഞാൽ പണ്ടേ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അതുകൊണ്ട് തന്നെ അത് ഞാനെടുത്ത് കുറച്ച് കഴിച്ച്. അപ്പോഴത്തേനും പിന്നെ ചോറ് കഴിക്കാനുള്ള സമയമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളും പെട്ടെന്ന് ഇതൊക്കെ തീർത്തിട്ട് ചോറ് കഴിക്കാനായിട്ട് പോയി. ഞങ്ങൾ ചോറെടുത്ത് വന്നിരുന്നപ്പോഴാണ് ഈ ഒരാൾ ഞങ്ങളുടെ കൂടെ വന്നത്. സാധാരണ എൻ്റെ അനിയത്തി കഴിക്കുമ്പോൾ അവളുടെ കൂടാണ് ഇതും കഴിക്കാറ്. പതിവ് പോലെ അവൾ കഴിക്കുന്ന പാത്രത്തിൽ നിന്ന് കുറച്ചെടുത്ത് അതിനും കൊടുത്ത് ഞങ്ങൾ 3 പേരും കൂടെ ചോറ് കഴിച്ചു. ഇന്നത്തെ ഈ ദിവസം അത്ര വലിയ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും അമ്മയ്ക്ക് ഇരട്ടിപ്പണി ഉണ്ടാക്കി വെക്കാത്ത പക്ഷം ഇന്നത്തെ ദിവസം അത്യാവശ്യം നല്ലതായിരുന്നു.